രാമായണത്തിലെ കഥാപാത്രമായ സുഗ്രീവനെ പരിചയപ്പെടാം. ബാലിയുടെ ഇളയ സഹോദരനാണ്. വാനര രാജ്യമായ കിഷ്കിന്ധയുടെ ഭരണാധികാരിയായി രാക്ഷസ രാജാവായ രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ രക്ഷിക്കാനായി രാമനെ സഹായിച്ചു. സുഗ്രീവനും രാമനുമായി സഖ്യം ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ ശരീരവും കുരങ്ങൻ്റെ വാലും മുഖവുമുള്ള സുഗ്രീവനും ബാലിയും. ഇവരുടെ ജനനത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലേ, പറയാട്ടോ. കിഷ്കിന്ധ രാജാവായ വൃക്ഷരാജൻ ഒരു മാന്ത്രിക കുളത്തിൽ പ്രവേശിച്ചപ്പോൾ സുന്ദരിയായ സ്ത്രീയായി. ആ സ്ത്രീയിൽ ഇന്ദ്രനിലുണ്ടായ കുട്ടിയാണ് ബാലി, സൂര്യനിലുണ്ടായ കുട്ടിയാണ് സുഗ്രീവൻ. ഇനി ഒരൈതിഹ്യം കൂടി പറയാട്ടോ. സൂര്യൻ്റെ സാരഥിയായ അരുണൻ അപ്സരസുകളുടെ നൃത്തം കാണാനായിട്ട് ദേവലോകത്തേക്ക് പോയി. പുരുഷന്മാർക്ക് ഈ പരിപാടി കാണാനായിട്ട് അനുവാദമില്ലാത്തതിനാൽ അരുണൻ അരുണി ദേവിയുടെ സ്ത്രീരൂപം സ്വീകരിച്ചു. ഉടനെ തന്നെ ഈ സ്ത്രീരൂപമൊക്കെ കാണുമ്പോൾ ഉടനെ വളരെ മനോഹരിയായ സ്ത്രീയാണ്. ഇന്ദ്രന് അവളിൽ പ്രണയത്തിലായി. താമസിയാതെ തന്നെ അവർക്ക് ഒരു കുട്ടി ജനിച്ചു. ഇന്ദ്രൻ്റെ ഉപദേശപ്രകാരം കുട്ടിയെ അഹല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നു. ആ കുട്ടിയാണ് ബാലി. ഈ സംഭവം അരുണൻ സൂര്യനോട് പറഞ്ഞു. അവൻ തൻ്റെ സ്ത്രീരൂപമായ അരുണി ദേവിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഉടനെ തന്നെ അരുണൻ അരുണി ദേവിയായി മാറി. അവളിൽ പ്രീതി, വളരെ മനോഹരിയായ സ്ത്രീയാണ്. ഉടനെ തന്നെ സൂര്യനും പ്രീതിയായി, ഉടനെ ഇഷ്ടമായി. സൂര്യൻ അവളിൽ നിന്ന് ഒരു മകനെ ജനിപ്പിച്ചു. അതിനെ കൊണ്ടുപോയിട്ട് അഹല്യയുടെ സംരക്ഷണയിൽ കൊണ്ടാക്കി. അതാണ് സുഗ്രീവൻ. അപ്പോൾ ബാലിയും സുഗ്രീവനും എങ്ങനെയാണ് ജനിച്ചതെന്ന് മനസ്സിലായില്ലേ? ഇന്ദ്രൻ്റെയും മകനാണ് ബാലി, സൂര്യൻ്റെ മകനാണ് സുഗ്രീവൻ. ഇങ്ങനെ പല ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രാമായണം വായിക്കുക. പല അറിയാത്ത കഥകളും പിന്നെ മനുഷ്യരുടെയുമായിട്ട് ബന്ധപ്പെട്ട കഥകളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ തന്നെ കഥകൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.